ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഞാൻ ശരിക്കും ഥാർ റോക്സിൻ്റെ ലോഞ്ചിന് 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മഹീന്ദ്ര അവർ വണ്ടി ഇറക്കുന്നതിന് മുമ്പ് ഇപ്പോഴും ഇഷ്ടംപോലെ ടീസേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയതിൽ അവർ ഈ വാഹനത്തിന് 2 പുതിയ കളർ ഓപ്ഷൻസും കാണിച്ചിട്ടുണ്ട്. 2 പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി നമ്മൾ 3 ഡോറിൽ കാണുന്ന കളർ ഓപ്ഷൻസ് തന്നെയാണ്. 3 ഡോറിൽ പണ്ട് വൈറ്റ് കളറിലായിരുന്നു, പക്ഷേ അതിനുശേഷം പിന്നെ ഒരു വൈറ്റ് കളറൊക്കെ ഒഫീഷ്യലി കൊടുക്കാൻ തുടങ്ങി. ഈ വണ്ടിയിൽ എന്തായാലും നമുക്ക് ഇനീഷ്യലി കിട്ടുമ്പോൾ തന്നെ വൈറ്റ് കളർ വരുന്നുണ്ട്. നമുക്ക് ആദ്യം വൈറ്റ് തുടങ്ങാം, പിന്നെ ഞാൻ ബ്ലാക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ താർ റോക്സിൻ്റെ വൈറ്റ് കളർ മോഡൽ. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആകപ്പാടെ ഗ്രില്ല് മാത്രമാണ് ഇത്തിരി ഓഫായിട്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അവർ ഗ്രില്ല് ബ്ലാക്ക് കൊടുക്കാണ്ട് ഫുൾ ബോഡി കളർഡായിട്ട് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും ഒറ്റ കളർ പോലെ ഇരിക്കുന്നത്. പക്ഷേ അത് കണ്ട് ശീലമാകുമായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻറ്റ്സിൽ പറയുക. നമുക്ക് ഗ്രില്ല് ഇതിനകത്ത് 2 പീസായിട്ടാണ് വരുന്നത്. അതായത് സംഭവത്തെ പീസ് തന്നെയാണ്, പക്ഷെ നടുവിൽ ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ഏരിയയും താഴത്തെ ചെറിയൊരു ഏരിയ ആയിട്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ 3 ഡോർ താറിൽ കണ്ടതുപോലത്തെ ഒക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ 3 ഡോർ താറിൽ ആ ഒരു സിൽവർ സ്കിപ്പ് പ്ലേറ്റിൻ്റെ എലമെൻ്റ് ഒന്നും അവൈലബിൾ അല്ല. അത് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് അത് നമുക്ക് ഇപ്പോൾ ഉള്ള 3 ഡോർ താറിലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് DRLs കാണാൻ പറ്റും, ഹെഡ്ലൈറ്റ്സിൻ്റെ ചുറ്റും വരുന്നത്. അതൊരു C ആകൃതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണക്ട് ചെയ്യുന്നില്ല, മൊത്തമായിട്ട് റൗണ്ടായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഗുർഖയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഫുള്ള് റൗണ്ടായിട്ട് ഇങ്ങ് വന്ന് കണക്ട് ചെയ്യും. ഈ വണ്ടിയിൽ പക്ഷേ C പോലെ വന്ന് ഒരു എൻഡിൽ അങ്ങോട്ട് നിൽക്കുകയാണ്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അതിന് നടുവിൽ നമ്മുടെ മെയിൻ LED ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം താറിൽ ഒബ്വിയസ്ലി നമുക്ക് LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്ററിൻ്റെ ഫംഗ്ഷൻ മിക്കവാറും പണ്ട് DRLs വന്നിരുന്ന സ്ഥലത്തായിരിക്കും. അത് കൺഫേം ആയിട്ടില്ല ഇപ്പോഴും, പക്ഷെ എന്തായാലും അവരിവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവാനാണ് ചാൻസ്. പണ്ടത്തെ താറിൽ അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹാലജൻ ആയിരുന്നു. ഇപ്പോൾ മിക്കവാറും ഒരു LED ആയിട്ട് നമ്മുടെ പണ്ട് DRLs ഉണ്ടായിരുന്ന പൊസിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവായിരിക്കും. ഫ്രണ്ടിൽ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. ബാക്കി സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വണ്ടിക്കകത്ത് നമുക്ക് ഡ്യുവൽ ടോൺ റൂഫൊക്കെയാണല്ലോ വന്നുകൊണ്ടിരുന്നത്. അതിപ്പം വൈറ്റ് കളർ താർ എടുക്കുകയാണെങ്കിൽ നേരത്തെ ബ്ലാക്ക് റൂഫ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇത് വേണമെന്നില്ല, പഴയ ജീപ്പ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ മറ്റേ ക്ലോത്തിൻ്റെ ടോപ്പ് വരുന്ന സമയത്ത്. എന്തായാലും ഇതിൻ്റെ അകത്ത് അലോയ്സിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു വൈറ്റ് കളറൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ മാച്ചായി പോകുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വീലാർച്ചും ക്ലാഡിങ്ങും എല്ലാ സാധനങ്ങളും നല്ല എടുത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് അതുപോലെ ORVMs ഇതെല്ലാം തന്നെ അവരിപ്പോഴും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുക്കുന്നത്. ബാക്കിലത്തെ നമ്മുടെ റിയർ ഡോർസിൻ്റെ ഹാൻഡിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ബാക്കിലെ C പില്ലറിൽ മൗണ്ട് ചെയ്താണ് കിട്ടുന്നത്. അതാണ് ഇതിനകത്തൊരു ഡിഫറൻസ് ഉള്ളത്. പിന്നെ നമ്മളെല്ലാവരും നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ക്വാർട്ടർ ഗ്ലാസ് വരുന്നത് ഇത്തിരി ടിൽറ്റഡ് ആയിട്ടാണ്. അതായത് അവർ ആംഗിൾ ചെയ്താണ് നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് വെച്ചിരിക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ടല്ല. അത് ആംഗിളർ പോലെ വരാതിരിക്കാനാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണ് നമുക്കിപ്പോൾ വൈറ്റ് കളർ വണ്ടിയിൽ കിട്ടുന്ന ലുക്ക്. ഇനി ഇതുപോലെ തന്നെ ഇരിക്കുന്നൊരു ബ്ലാക്ക് കളർ വണ്ടിയും കൂടെ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും താറ് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലാക്ക് ആണ്, ഓർ അറ്റ്ലീസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ താറ് കണ്ടിട്ടുള്ളത് ബ്ലാക്ക് ആണ്. ചിലപ്പോൾ വൈറ്റ് അധികം കാലമായിട്ടല്ലോ ഇറങ്ങിയിട്ട്. നമ്മുടെ റിയർ വീൽ ഡ്രൈവ് താർ ഇറങ്ങിയ സമയത്താണ് ഒരു വൈറ്റ് വണ്ടിയും കൂടെ ഇറക്കിയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും 2023 സ്റ്റാർട്ടിങ്ങിലാണ് ഇത് വന്നത്, 2020 അല്ലാണ്ട് താർ വന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് ബ്ലാക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് വണ്ടി കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നല്ല ഒരു ടിപ്പിക്കൽ താറിൻ്റെ ലുക്ക് പോലെ തന്നെ തോന്നുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ഇത്തിരി ഒരു ഓക്കോട്ട്നെസ് തോന്നിയത് ഇവിടെ വരുന്നില്ല, കാരണം മൊത്തം ബ്ലാക്ക് ആണ്. നമുക്ക് പണ്ട് കണ്ട് ശീലിച്ചിട്ടുള്ളതും 3 ഡോർ താറിൻ്റെ ഒരു ബ്ലാക്ക് ഗ്രില്ലാണ്. ഇപ്പോൾ വണ്ടിയുടെ ബോഡി കളറും ബ്ലാക്ക് ആവുന്നതനുസരിച്ച് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഈസി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ക്ലാഡിംഗ് ഒന്നും അങ്ങനെ എടുത്ത് കാണുന്ന പോലെ തോന്നുന്നില്ല, കാരണം വണ്ടിയുടെ ബോഡി കളറും ബ്ലാക്ക് തന്നെയാണല്ലോ. പിന്നെ വീൽസിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം, അതൊരു മൾട്ടി സ്പോക്ക് വീൽസ് ആണ്. പിന്നെ ഓൾറെഡി ഉള്ള താറിനേക്കാൾ കുറച്ചുകൂടി സൈസ് കൂട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. 19 ഇഞ്ച് വീൽസ് ആയിരിക്കാനാണ് മിക്കവാറും ചാൻസ്. അതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന താറിൽ ഒരു ഗ്രേ ഓർ ഗൺ മെറ്റൽ ഫിനിഷ് പോലത്തെ ടൈപ്പ് ആയിരുന്നു അതിൻ്റെ അലോയ്സ് വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് താർ റോക്സിൻ്റെ ബാഡ്ജിങ്ങും 4x4ൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് റിയർ വീൽ ഡ്രൈവ് വണ്ടി അവൈലബിൾ ആയിരിക്കും കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. പിന്നെ 1.5 ടർബോ ഡീസൽ അതൊക്കെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം, ഇനി 2 ദിവസത്തേയും കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമുക്കിപ്പോഴും സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് ഡോർ ഹാൻഡിൽ ORVMസിലാക്കിയിട്ടില്ല. അത് നമ്മുടെ ആ ഒരു ബോഡി ക്ലാഡിങ്ങിൻ്റെ അകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ മിറേഴ്സിൽ കൊടുക്കാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് കിട്ടിയേനെ. പക്ഷേ ചിലപ്പം ഡോർ ആൾക്കാർ അഴിച്ച് വെച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം അവരത് അതിൻ്റെ അകത്ത് കൊടുക്കാതിരുന്നത്. നമുക്ക് 3 ഡോർ താറിലൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയിൽ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് മിക്കവാറും വന്നിരിക്കുന്നത് നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കും. 3 ഡോർ താറിലും പഴയ താറിലും എല്ലാത്തിലും നമ്മൾ കീ ഇട്ട് തിരിച്ച് പുറത്തിറങ്ങിയിട്ടൊക്കെ വന്ന് തുറക്കണമായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ എന്തായാലും ടെസ്റ്റിംഗ് വണ്ടികളിലാണെങ്കിലും ഇതിൻ്റെ അകത്താണെങ്കിലും ഒന്നും തന്നെ നമുക്ക് ആ ഫ്യൂൽ ലിഡിൻ്റെ അകത്ത് കീ ഇട്ട് തിരിക്കാനുള്ള ഓപ്ഷനെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് അകത്ത് ഇലക്ട്രിക്കലി ഇതിൻ്റെ ലിഡ് തുറക്കാൻ പറ്റും ഫ്യൂലിൻ്റെ. സോ ആ ഒരു പ്രശ്നം ഈ ഒരു വണ്ടിക്കകത്ത് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇഷ്ടംപോലെ പുതിയ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ പോലത്തെ സെറ്റപ്പ് ഉണ്ട്.
അതായത് നമ്മളിപ്പോൾ 2.5 to 30 kmph ഇടയിൽ എവിടെയെങ്കിലും സ്പീഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ക്രോൾ ചെയ്ത് പോയിക്കോളും. അതൊരു ക്രോളിംഗ് ഫീച്ചറായിട്ടാണ് അവർ പറയുന്നത്. നല്ലൊരു സംഭവമാണ്. ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആക്സിലറേറ്റർ ഒന്നും കൊടുക്കേണ്ടി വരില്ല, വണ്ടി തന്നെ സെറ്റ് ചെയ്ത് വെച്ച സ്പീഡിൽ പൊക്കോളും. അതുപോലെ തന്നെ നമ്മൾ 15 കിലോമീറ്റർ സ്പീഡിന് താഴെയാണ് പോകുന്നതെങ്കിൽ വണ്ടിയുടെ ഇന്നർ റിയർ വീൽസ് ലോക്ക് ചെയ്ത് പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടാനുള്ള ഒരു സംവിധാനം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റിലോട്ട് പെട്ടെന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ വണ്ടി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ബാക്കിലത്തെ വീല് ലോക്ക് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വണ്ടി തിരിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ചാർട്ടൊക്കെ ഇതിന് മുമ്പ് തന്നെ ലീക്കായി വന്നതാണ്. ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ, വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെക്നിക്കൽ സംഭവങ്ങളെല്ലാം ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പവർ സ്പെസിഫിക്കേഷൻസും ലീക്കായി വന്നായിരുന്നു. അതും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം. നമുക്ക് പെട്രോൾ, ഡീസൽ രണ്ടിൻ്റെയും ലോ എൻട്രി ലെവലും അതുപോലെ ഹൈ സ്പെക്കും ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 1.5 ടർബോ ഡീസൽ, 2.2 ലിറ്റർ ടർബോ ഡീസൽ, അതുപോലെ തന്നെ 2 ലിറ്റർ എംസ്റ്റാലിൻ ടർബോ പെട്രോൾ തുടങ്ങി 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലോ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ എന്താണ് പെട്രോളിൻ്റെ 160 bhp 330 Nm ആണ്. ഹൈ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ 175 bhp 380 Nm ആണ്. ഡീസലിൻ്റെ ലോവർ സ്പെക്ക് നമ്മുടെ 2.2 ഡീസലിൻ്റെ 150 bhp, ഹയർ സ്പെക്ക് 172 bhp ആണ്. ടോർക്ക് 350 Nm 370 Nm ആണ്. അതായത് പെട്രോളിന് ഹയർ സ്പെക്കിന് ടോർക്ക് ഒരു പ്രാവശ്യം ഒത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട്, 380 Nm വരെ പോകുന്നുണ്ട്. ഇതും ഞാൻ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഞാൻ ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, കാരണം അപ്പോൾ പിന്നെ മറ്റേ വീഡിയോ കണ്ടതിൽ വലിയ കാര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് പുതിയ താർ റോക്സിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 360° പാർക്കിംഗ് ക്യാമറ ഉണ്ട്, പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്, 2 10.25 ഇഞ്ചസിൻ്റെ ഡ്യുവൽ സ്ക്രീൻസ് വരുന്നുണ്ട്, പിന്നെ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. എന്ന് പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കുറവും മഹീന്ദ്ര ഈ വാഹനത്തിൽ പോലും വരുത്തിയിട്ടില്ല. ഇനി ഇതൊന്നും പോരെങ്കിൽ ഈ ഒരു ഓഫ് റോഡ് വാഹനത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡ് വരെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടാനാണ്. ഓഫ് റോഡ് പോകുന്ന വണ്ടിക്ക് അതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പം കുറച്ച് പേര് ചോദിക്കുമായിരിക്കും. പക്ഷെ അതല്ലാതെ കൂടുതൽ ആൾക്കാരും ഓഫ് റോഡ് പോകുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കാം മഹീന്ദ്ര ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മഹീന്ദ്രയ്ക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെ എവിടെ വെച്ചാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ സെയിൽസ് തന്നെ നോക്കിയാൽ മതി. ഇത്രയും കാലമായിട്ടും നമ്മുടെ താറിൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡലിൽ സെയിൽ പിടിക്കാനുള്ള ഒറ്റ വണ്ടിക്ക് പോലും പറ്റിയിട്ടില്ല. ഗൂർഖ ഇറക്കി ഫോഴ്സ്, അത് പിന്നെ ഒരു നീഷ് പ്രൊഡക്റ്റ് ആണെന്ന് പറയും. പക്ഷേ സുസുക്കി ജിംനി ഇറക്കി, എന്നിട്ട് എന്തെങ്കിലും നടന്നു? ഒന്നും നടന്നില്ല. 200-300 വണ്ടികളൊക്കെയാണ് അവരതൊരു മാസം വിൽക്കുന്നത്. അതും ഇന്ത്യയിൽ 3 ഡോർ വർക്ക് ചെയ്യില്ല, 5 ഡോർ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് 5 ഡോർ ഇറക്കിയതാണ്. എന്നിട്ടും ഒന്നും നടന്നില്ല. മഹീന്ദ്ര അവിടെ 3 ഡോർ തന്നെ ഇഷ്ടം പോലെ ചറവറ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 5 ഡോറും കൂടെ വരുമ്പോഴേക്കും ഒന്നും പറയാനില്ല, ഇഷ്ടം പോലെ തന്നെ അവർ വിൽക്കും. പിന്നെ ഇതിൻ്റെ മീഡിയ ഡ്രൈവ് ഇവൻറ്റ്സ് നമ്മുടെ കൊച്ചിയിലൊക്കെ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് പല പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ഹയത്തിലാണ് അവർ അത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.